നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിന്റെ സെമി ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. രണ്ട് കിടിലൻ മത്സരങ്ങളാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഒരു സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. വരുന്ന ജൂലൈ 10 അർദ്ധരാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക. അതായത് ജൂലൈ 9 അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം അരങ്ങേറുക. അതുപോലെ തന്നെ മറ്റൊരു പോരാട്ടത്തിൽ നെതർലൻഡ്സും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതും ഒരു മികച്ച മത്സരമാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 10 അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ആ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് goal.com പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സസ്പെൻഷൻ കാരണം സെമി ഫൈനൽ പോരാട്ടം നഷ്ടമാകുന്ന താരങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെ ടീമിലാണ് ഉള്ളത് എന്നുള്ള ഒരു വിശകലനമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് സസ്പെൻഷൻ കാരണം ആർക്കും തന്നെ സെമി ഫൈനൽ മത്സരം നഷ്ടമാകില്ല. ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ, കോണർ ഗല്ലഗർ, കോബി മൈനു, കീറൻ ട്രിപ്പിയർ എന്നിവരൊക്കെ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സസ്പെൻഷൻ ഭീഷണി അവിടെ ഉണ്ടായിരുന്നു. യെല്ലോ കാർഡ് ലഭിച്ചാൽ അവർക്ക് സെമി നഷ്ടമാകുമായിരുന്നു. പക്ഷെ ആർക്കും തന്നെ യെല്ലോ കാർഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല മാർക്ക് ഗ്യൂഹിക്ക് കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരം സസ്പെൻഷൻ കാരണം നഷ്ടമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സെമിയിൽ തിരിച്ചെത്താൻ സാധിക്കും. ഇനി നെതർലൻഡ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 4 യെല്ലോ കാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും തന്നെ സസ്പെൻഷൻ ഇല്ല എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അവർക്ക് അവിടെ ഉള്ളത്. നെതർലൻഡ്സിന് അവരുടെ ഫുൾ സ്ക്വാഡിനെ ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഇംഗ്ലണ്ടും നെതർലൻഡ്സും പൂർണ്ണ ശക്തിയോടുകൂടിയായിരിക്കും ഈ ഒരു സെമി ഫൈനൽ മത്സരത്തിന് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഇനി ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്കും അവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആർക്കും തന്നെ സസ്പെൻഷൻ ഇല്ല. കിലിയൻ എംബപ്പെ സസ്പെൻഷൻ ഭീഷണിയിലായിരുന്നു. അന്റോനി ഗ്രീസ്മാൻ, ഷുവാമനി, ഡംബലെ എന്നിവരൊക്കെ സസ്പെൻഷൻ ഭീഷണിയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഇവർക്ക് ആർക്കും തന്നെ യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് ഫ്രാൻസിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല സസ്പെൻഷൻ കാരണം അഡ്രിയാൻ റാബിയോട്ടിന് കഴിഞ്ഞ മത്സരം നഷ്ടമായിരുന്നു. അദ്ദേഹം സെമി ഫൈനലിൽ മടങ്ങിയെത്തുമ്പോൾ പൂർണ്ണ ശക്തിയോടുകൂടി തന്നെയാണ് ഫ്രാൻസും ഈ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് വരിക. സ്പെയിനിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ വലിയ തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഡാനി കാർവഹൽ ആദ്യം ഒരു യെല്ലോ കാർഡ് വഴങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് സെമി ഫൈനൽ നഷ്ടമാകുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീട് അദ്ദേഹം മറ്റൊരു ഫൗൾ വഴങ്ങിക്കൊണ്ട് റെഡ് കാർഡ് വഴങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സെമി ഫൈനലിന് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രതിരോധ നിര താരമായ ലെ നോർമാൻഡിനെ കൂടി ഇപ്പോൾ സ്പെയിനിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവും ഇപ്പോൾ സസ്പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. ആൽവരോ മൊറാറ്റയുടെ കാര്യത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 2 താരങ്ങൾ ഇല്ലാതെയാണ്, അതും പ്രധാനപ്പെട്ട താരങ്ങളാണ്. പ്രതിരോധ നിരയിലെ 2 താരങ്ങൾ ഇല്ലാതെയാണ് സ്പെയിൻ വരിക. എന്നിരുന്നാൽ പോലും മികച്ച ബാക്കപ്പ് അവിടെയുണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.